My wife and I were happy for 20 years. Then we met. നിങ്ങൾ നോക്കിയോ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത്. കൊള്ളാം. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹാ പറഞ്ഞ് ചിരിച്ചു കിടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്നും നടക്കട്ടെ. നിങ്ങൾ വിട്ടോ. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നു മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി. ഹായ് മോളെ, പതുക്കെ. ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ PT ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ എത്രാമത്തെ തവണ അങ്കിൾ ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ? എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീന മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിന് മെഴുതിരി കത്തിച്ചോളാമെന്ന് ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്ന തന്നെയാ ബെറ്റർ. എന്റെ കൂടെ ഓടെ എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ നോക്കാം. റെഡി, നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് അങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലൊടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തലയുയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ദാ ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. വലിയ ഉപകാരം സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും. ഇല്ല ഞാൻ വല്ല ട്രെയിനിൽ തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ, അത് കാര്യമില്ല ഗീതേ. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും. എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്കിത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്തമാനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം. മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. ശകുന്തളെ, അല്ല എന്താ ഉദ്ദേശം? എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീയല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ? ഇങ്ങോട്ട് വാ പറയാം. ഫ്ലാറ്റിലേക്ക് കിടക്കും. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-ൽ-1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നാടാവേ? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ, ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട അല്ല നാരായണൻകുട്ടി. ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സാർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല.
താങ്ങാൻ തന്നെ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. ദേ എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. ആഹാ, നീ കൂവി കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കരിമോളെ. ഗുഡ് മോർണിംഗ് ബിജു മോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ, മോളും എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ, ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടൊക്കെ ഹാജർ വെച്ചു? ഓ, ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കരങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്ങളെ, ശാലിനിയെ വിട്ടേര്. വിട്ടു. വിട്ടോ. അല്ല, ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്കിളിന് എന്താ? അത് ശരിയാ. വന്ന് വന്ന് ഞാനും നീ ഒരുപോലായി. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനിമലങ്കിൽ നിന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ ഈടെയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ? അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ, ഇതെന്ത് പറ്റി? അരുന്ധതിയുടെ 2 മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ വിട്ടോ വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയെ? മോനെ കൈസാർ. അല്ല, ആരിത്? ശോശക്കുട്ടിയോ? എപ്പ എത്തി ഷിക്കാഗോ? ഇന്ന് നമ്മുടെ പെമ്പർനോത്തിയുടെ നേഴ്സിംഗ് ഹോം തന്നെയാണോ ഇപ്പോഴും? അവക്കവിടെ സുഖാന്നോ? ആരാ? അപ്പോ ശോശക്കുട്ടി അല്ലേ? എന്നാ പോ. ആ പോ. ആ പോട്ടെ. ഒരേപോലെ ലോകത്ത് 9 പേര് കാണുന്ന. എന്റെ അമ്മോ, ദേ ആനിമൽ അങ്കിൾ. നീ പറയാറുള്ള ആനബോറൻ? അയ്യോ, ഇങ്ങോട്ടാണല്ലോ. ഹലോ, ആരിത്? നിതക്കുട്ടിയോ? ഇതെന്താ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുവോ അല്ലേ? ഇന്ന് ക്ലാസ്സില്ല, സെക്കൻഡ് സാറ്റർഡേ. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് ഒരുമിച്ചിങ്ങനെ കൂടാൻ? ബർത്ത്ഡേ ഒന്നല്ല, ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ. അത് കൊള്ളാമല്ലോ. മോൾ ഇതൊന്ന് പിടിച്ചേ, എങ്കിൽ അങ്കിള് കൂടാം. അങ്കിളിന് ഒരു കമ്പനി ആവുമല്ലോ. അയ്യോ, ഞങ്ങള് പോവാൻ ഇറങ്ങാ അങ്കിൾ. അങ്ങനെ പോയാ എങ്ങനെയാ? മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്ന് മിണ്ടുവോ പരിചയപ്പെടുകയോ ഒക്കെ വേണ്ടേ? ഓരോരുത്തരായിട്ട് മോൾ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്ത്. അല്ലെങ്കിൽ വേണ്ട, അങ്കിള് തന്നെ ചോദിക്കാം. എന്നതാടി കൊച്ചേ നിന്റെ പേര്? പറയടി കൊച്ചേ. ധന്യ. നിന്റെയോ? മഹിമ. മോളുടെയോ? വീണ. നിന്റെയോ? മരിയ. നിന്റെയോ? താര. കൊള്ളാം, നല്ല മണി പോലത്തെ പേരുകൾ. ഞാൻ നിധിമോളുടെ മാനുവൽ അങ്കിൾ. ഇവളെന്നെ ആനിമൽ അങ്കിൾ എന്നും വിളിക്കും. അല്ല, അങ്കിളിനെ കുറിച്ച് മോള് ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവർക്കൊക്കെ അങ്കിളിനെ നന്നായി അറിയാം. ആണോ? അപ്പൊ പരിചയപ്പെടാൻ വൈകിയെന്ന് മാത്രം. അതെ. ഇത്രയും മിടുക്കി കുട്ടികളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അങ്കിൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അയ്യേ, ഈ ഉണക്ക ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട. നമുക്ക് നേരെ രാജിലേക്ക് പോവാം. അവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ ട്രീറ്റ് അങ്കിളിന്റെ വക. അതെ അങ്കിൾ, ഞങ്ങൾക്ക് ധന്യയുടെ വീട്ടിൽ പോണം. അവളുടെ മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരാം. ധന്യയുടെ മമ്മി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അത് പിന്നൊരിക്കലാവാം. ഇല്ലേ തന്നെ? എങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ്. ഓരോരുത്തർക്കും അങ്കിളിന്റെ വക ഓരോ പുത്തൻ ഉടുപ്പ്. അങ്കിളിന് ലോട്ടറി അടിച്ചോ? ഇത്ര നിർബന്ധം ഞങ്ങൾക്ക് ചെലവ് ചെയ്യാൻ? വേണമെങ്കിൽ ലോട്ടറി എന്ന് പറയാം, പക്ഷേ എല്ലാ മാസവും കൃത്യമായിട്ട് അടിക്കുന്നതാ. പെമ്പർന്നൂർ അയക്കുന്ന ഡ്രാഫ്റ്റ്. അവളവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അത് കൈ കിട്ടിയാൽ അന്ന് തന്നെ പൊടിച്ചു തീർത്തില്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാ. ഇത്ര മനസമാധാനക്കേടാണെങ്കിൽ ഇങ്ങ് തന്നേര്, ഞാൻ എന്റെ ബാങ്കിലിട്ടോളാം. ഓ, ഒരു തമാശക്കാരി. അങ്കിള് തരും. അങ്കിളുടെ ഈ പോക്കറ്റിലുള്ളതും ബാഗിലുള്ളതും ബാങ്കിൽ കിടക്കണതും ഒക്കെ അങ്കിള് തരും. മക്കൾക്ക് സന്തോഷാവുകയാണെങ്കിൽ അങ്കിളിന്റെ കയ്യിലുള്ള അവസാനത്തെ $1 വരെ തരും. എന്നിട്ട് നയാ പൈസ കയ്യിലില്ലാതാകുമ്പോ ഒരു പെഗടിക്കാൻ വേണ്ടി അങ്കിൾ ഈ റോട്ടിലിരുന്ന് തെണ്ടും. അത് അങ്കിളിന്റെ സന്തോഷം. എന്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അങ്കിൾ ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് പറ. ഞങ്ങളെ പോവാൻ അനുവദിക്കണം. അത് മതിയോ? എങ്കിൽ പൊക്കോ, സന്തോഷായിട്ട് പൊക്കോ. ഈ ബില്ലെങ്കിലും അങ്കിളിന് കൊടുക്കണം. ഓക്കേ, ശരി. സന്തോഷായി അങ്കിളിന്. അങ്കിള് പെമ്പിള്ളേരെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. എന്നടാ? അല്ല, ഞങ്ങളുടെ ബില്ലും കൂടെ കൊടുത്താൽ ഞങ്ങൾക്ക് സന്തോഷായനെ. അതും ഞാൻ കൊടുത്തോളാം. നിങ്ങളും പോയി സന്തോഷിക്കേ. ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളതല്ലേ. കിട്ടുന്ന 17ാമത്തെ പരാതിയാണിത്.
ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ G9 മിസ്സസ് അന്ന കുര്യന്റെ ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിവാസല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം. അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സിസ് അന്ന കുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് വർഷം 7 ആയെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2ാം കെട്ടിന് തയ്യാറായാൽ നല്ല മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്. അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ ഇത്? സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ലാറ്റിൽ ചെല്ലരുത്. ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം. ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ, തീരുമാനമാണ്. ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്. അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക. ഞാൻ അല്പം തിരക്കില്ല, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായയുടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാലെന്ന് വിചാരിച്ചിട്ടാ. പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ? വേണ്ട, ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീവറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണ് പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കുക. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ? എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റ് തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചിലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്ന എന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖല്ലേ, എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയായി എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത് അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടുന്ന് എന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്ക് എന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് മോള് സ്വപ്നം കാണുവാണല്ലേ? സ്വപ്നം കാണേണ്ട പ്രായത്തിൽ സ്വപ്നം കാണണം. പക്ഷേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സുന്ദരങ്ങളായിരിക്കണം. അത്
മാനുവലങ്ങളുടെ നിർബന്ധം. ഇപ്പൊ എന്ത് സ്വപ്ന മോള് കണ്ടോണ്ടിരുന്നെന്ന് അങ്കിൾ പറയട്ടോ? പേടിക്കണ്ട, അങ്കിൾ ആരോടും പറയില്ല. ആരാ ആരാള്? ഒരു ക്ലൂ തന്നാ മതി, ബാക്കി അങ്കിൾ പിടിച്ചോളാം. അങ്ങനെ പോയാ എങ്ങനെയാ? അങ്കിളെ ശല്യപ്പെടുത്താതെ. വേണ്ട വേണ്ട, അങ്കിള് പിണങ്ങി. മോളുടെ ഈ മുഖം മാറിയാണ്ടല്ലോ, ദേ അങ്കിളിന് ഈ നെഞ്ച് കലങ്ങും. ക്ലൂ തന്നില്ലെങ്കിൽ വേണ്ട, ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഹലോ മൈ ഡാർലിങ്സ്, അനിമലെങ്കിലും കളിക്കാൻ. മോളെ നീതു, നീ ആ ബാച്ചിക്ക് തന്നേ. നീ എന്റെ ഡാർലിംഗ് അല്ലേടി, നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഇടറി ഷട്ടിൽ. മോളെ ക്ലൂ 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 വേട്ടോ. മാനുവൽ അങ്കിളിനെ കൊണ്ട് ആ ഡെവിളിനെ കൊല്ലിച്ചാലോ? അയാളെ പോലെ തന്നെ ബോറനാ ഈ അങ്കിളും. രണ്ടുപേരുടെ ശല്യം അതോടെ തീരും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പക്ഷേ അയാളെ സമ്മതിക്കോ കൊല്ലാൻ? ആ എലിസബത്ത് ചാക്കോയുടെ മൂത്ത മകളില്ലേ സോഫിയ, MCAക്ക് പഠിക്കുന്ന കുട്ടി. മിസ്സിസ് ശേഖർ ആ പെൺകുട്ടിയെ കാണും പറ, മുഖക്കുരുവിന്റെ പാട് മാറാനുള്ള നല്ല ഒറിജിനൽ കുങ്കുപ്പൂ എന്റെ കയ്യിലുണ്ടെന്ന് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കാം. മാനുവലിനെ തന്നെ നേരിട്ട് പറഞ്ഞൂടെ? അതിന് എനിക്ക് വിലക്കല്ലേ? ഫ്ലാറ്റിൽ വെച്ച് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ വിട്ടോ 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 വിട്ടോ. മോളെ ജിബി, അങ്കിളും വരാടി. ജിബിയെ വിട്ടേക്ക് അങ്കിൾ, ഓടിയാ എത്തില്ല. അല്ല, ആരിത് പുതിയതായിട്ട് ജോ ഇങ്ങനെ വന്നിരിക്കണത്? നന്നായി മോളെ, ഈ പ്രായത്തിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്താലേ ബോഡി ഷേപ്പ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്കിൾ ഒരു തവണയെങ്കിലും എന്നെ ജോഗിങ്ങിന് വിളിച്ചോ? ഇതാ അങ്കിളിനോട് ഇഷ്ടമില്ലാന്ന് പറയുന്നത്. ആര് പറഞ്ഞു? മോളല്ലേ അങ്കിളിനെ മൈൻഡ് ചെയ്യാത്തത്? അത് ആരെങ്കിലും കണ്ട് അതും ഇതും പറയുന്ന പേടിച്ചിട്ടല്ലേ? അങ്കിളിന് ഇവിടെ നല്ല ഇമേജ് ആണല്ലോ. പിന്നെ ഈ ആന്റിമാരുടെ കൂടെയുള്ള നടപ്പ് വേണ്ട കേട്ടോ. യു ആർ സോ യങ്. ഒരൊഴിവ് ദിവസം കിട്ടിട്ട് എന്റെ സമയം മുഴുവൻ കളയാൻ. ദേ അങ്കിളെ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെ സ്വന്തം ഫ്ലാറ്റിലായിക്കൂടെ? അതിനവിടെ ഒരുത്തനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ലേ? പരീക്ഷണങ്ങൾ നിന്റെ അടുത്താവുമ്പോ ഒരു സുഖല്ലേ ശാലിനി? അതെ അതെ, ഇവിടെ കയറി ഇറങ്ങിയുള്ള ഈ സ്വാതന്ത്ര്യമെടുപ്പ് കുറെ കൂടുന്നുണ്ട്. ഇനി ഇതെങ്ങനെ അസോസിയേഷൻകാർ കണ്ട എന്താ ഉണ്ടാവാന്നറിയാലോ. ഒന്നാമത് ഞാൻ ഡൈവോഴ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇയാളാണെങ്കിൽ ഇങ്ങനെ. നമ്മൾ തമ്മിൽ അരുതാത്ത ഒന്നുമില്ലെന്ന് എനിക്ക് നെറ്റിലൊട്ടിച്ച് നടക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിനക്ക് ജീവിക്കാൻ. പോവാൻ പറ. കൂടി വന്നാൽ അവര് നിന്നെ നിന്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കും, എന്നെ എന്റെ ഫ്ലാറ്റിൽ നിന്ന്. അപ്പോ നമുക്ക് രണ്ടുപേർക്കും 2 ഫ്ലാറ്റ് വേണ്ട, 1 മതിയെന്ന് തീരുമാനിച്ച് ഒരുമിച്ചങ്ങ് നീങ്ങാം. എന്താ കിട്ടൂട്ടുണ്ടേ എന്നാ? നീ വെറും ഒരു പേടിച്ചതോറി പെണ്ണ. അത് പിന്നെ ഇയാളെ പോലെ എനിക്ക് പറ്റുമോ? നീ മാത്രമല്ല, അടിസ്ഥാനപരമായ എല്ലാ സ്ത്രീകളും പേടിച്ചോറികളാ. അയ്യോ, ആരോ വന്നു. ദേ പേടി, വരുന്നവര് വരട്ടെ, അവരെ നമുക്ക് സൽക്കരിക്കാം. ചിക്കൻ 5 മിനിറ്റിനുള്ളിൽ റെഡി. എവിടെയെങ്കിലും പോയി നോളിച്ചേ, എന്നെ മാനം കെടുത്തല്ലേ. നീ ധൈര്യമായിട്ട് പറ, ഞാൻ നിന്റെ ജാരനാണെന്ന്. കൊല്ലും ഞാൻ. മുറിയിലെങ്കിലും പോയി ഒളിക്കേ. വാ മോനെ വാ. എന്താ ഗീവർഗീസേ? ഇങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ടോ? ആര്? നമ്മുടെ രോമാഞ്ചം. വാ, ഇവിടെ ഉണ്ട്. പോര് പോര്, ഞാൻ കണ്ടിട്ടില്ല. നീ കരുതുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊന്നും കരുതിയില്ലല്ലോ. ഓ, ഒരു പുണ്യാളൻ. ഗീവർഗീസേ, ഞാൻ നിരപരാധിയാണ് കേട്ടോ. അത് പിന്നെ ചേച്ചീനെ എനിക്ക് അറിഞ്ഞൂടെ? നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? അവിടെ ഒരാളൊന്ന് കാത്തിരിപ്പുണ്ട്. അതാരാ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചെക്കൻ പറഞ്ഞു ഉടനെ വരില്ല, ശാലിനി ആന്റിയുടെ ഫ്ലാറ്റിൽ പോയി അവരുമായി കൊച്ചേർത്താനും പറഞ്ഞിരിക്കാന്ന്. എടോ, ഞാൻ താഴെ ക്ലബിലല്ലേ പോയത്. എന്റെ പൊന്നു മോളെ, ഇവൻ നാവെടുത്താ നുണയെ പറയുള്ളൂ. പറയേ, എന്നെ തന്നെ പറയ്, ഞാൻ ഇതൊക്കെ തന്നെ കേക്കണം. വീട്ടിൽ വന്ന ഇതാണോ മര്യാദ അങ്കിള്? ഒരു ചായ പോലും തന്നില്ല ഈ ചെക്കൻ. പോയി മോക്ക് വേഗം ചായ ഇട്ടോട്ട് വേടാ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. ഞാനും അങ്കിളും തമ്മില് ചില സീക്രട്ട് കാര്യങ്ങളുണ്ട്. ചായ കൊണ്ടുവരുമ്പോ ഡോറിൽ മുട്ടണം കേട്ടോ.
അങ്കിള് കേക്കണ്ട നമ്മള് മാത്രം അറിയേണ്ട സബ്ജക്റ്റാ. മോശം മോശം. വാ അങ്കിൾ ഇവിടെ ഇരിക്കും. ഞാൻ നിന്നാ പോരെ? അതെ. അങ്കിളെ അങ്കിൾ ഇന്ന് എന്നെ ഒറ്റയ്ക്ക് ഈ സീഡി ഒന്ന് കാണണം. ആ ചെക്കനെ കാണിക്കണ്ട. അയ്യേ സീഡിച്ച. ഇതൊരു ഫിലിം അങ്കിളെ. ഓഹോ. ജോഗേഴ്സ് എന്ത് പാർക്കാ? ജോഗേഴ്സ് പാർക്ക്. എന്താ അതിന്റെ സ്റ്റോറി എന്നറിയോ? ഒരു റിട്ടയർഡ് ജഡ്ജ് രാവിലെ ഓടാൻ പോകുന്നു. അപ്പോ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവരെന്നും ഒന്നിച്ചോടുന്നു. ഫൈനലി ദേ fall in love. മോളെന്തിനാ ഈ സീഡി ഇപ്പൊ എനിക്ക് തരുന്നത്? അതൊക്കെ ഉണ്ട്. ആ ജഡ്ജ് ഭയങ്കര സ്മാർട്ടാ, അങ്കിളിനെ പോലെ. അപ്പൊ നാളെ കാണാം. ഓക്കെ ബൈ. ചായ ഉണ്ടാക്കില്ല അല്ലേ? ഈ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം നല്ലല്ല കേട്ടോ. എന്താണ് ഉണ്ടായേ? ഞാൻ കൺഫ്യൂഷനില്ല.